എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷംലമോളാണ്. ഇന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹാൻഡ്സ് എഗ് എന്നതിലെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കൈറ്റുറ്റേഴ്സിൽ തന്നുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾക്കും മറ്റ് സബ്ജക്റ്റിന്റെ വീഡിയോകൾക്കുമായി ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. പിന്നെ ഈ വീഡിയോക്ക് എന്തെങ്കിലും നോയ്സസോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കാനുള്ളതാണ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന പാട്ടാണല്ലേ. ഓക്കെ. The king sent for the old man's father, and he was brought before him. He came walking on one crutch. The king showed him the grain, and the old man present, who was still able to see, took a good look at it. അപ്പൊ രാജാവ് ഈ ഫാദറിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? ആളയച്ചു. എന്നിട്ട് ഫാദറിനെ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അപ്പൊ അവര് വരുന്നത് എങ്ങനെയാ? ഒരു ഊന്നുവടിയുടെ സഹായത്തിലാണ് അവർ വന്നത്. അപ്പോൾ ഈ കിങ് വന്ന സമയത്ത് ഗ്രെയിന് അദ്ദേഹത്തെ കാണിച്ച സമയത്ത് എന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് കാഴ്ചയൊക്കെ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള കാഴ്ചയുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് കാണാനായിട്ട് പറ്റി. And the king asked him, "Can you tell us, old man, where a corn like this used to grow? Have you ever bought anything like it or sown it in your fields?" Though the old man was rather hard of hearing, he could hear better than his son. അപ്പോൾ കിങ് അദ്ദേഹത്തോട് ചോദിച്ചു, "Can you ടെൽ അസ് ഓൾഡ് മാൻ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് എവിടുന്നാ കിട്ടുകയെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീൽഡിലൊക്കെ നിങ്ങൾ ഇതുപോലെ വിതച്ചിട്ടുണ്ടോ, സോ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഓൾഡ് മാന് ആണെങ്കിൽ ഈ രാജാവ് പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് കേൾക്കാൻ പറ്റും. കുറച്ച് ആടാണെങ്കിലും പെട്ടെന്ന് തന്നെ കേൾക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ സണ്ണിനേക്കാളും കൂടുതൽ കേൾക്കാൻ പറ്റും. സണ്ണിനേക്കാളും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, സണ്ണിനേക്കാൾ കൂടുതൽ കാണുകയും ചെയ്യുന്നുണ്ട്. "No," he said, "I never sowed nor reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. Everyone grew his own corn, and when there was any need, we share with one another. I do not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain, but I never saw any like this." ഇല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിതയ്ക്കുകയോ അല്ലെങ്കിൽ കൊയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി വാങ്ങുന്ന കാര്യം, ബൈം ചെയ്യുന്ന കാര്യമാവട്ടെ, ഞങ്ങളെ കാലത്ത് ഇങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങില്ല. ഇതേപോലത്തെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ സമയത്താണെങ്കിൽ, ഞങ്ങളുടെ പീരീഡിലാണെങ്കിൽ മണിയൊന്നും യൂസ് ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? എല്ലാവരും ഇതേപോലെ ഇങ്ങനെ കോണൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഓരോരുത്തരായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കോണുകൾ ഞങ്ങൾ വീടൊന്നും വളർന്നതായിട്ട് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന, ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന വിത്തുകളെല്ലാം ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലുതായിരുന്നു. എന്നാലും ഇത്രക്കൊന്നും വലുതല്ലെങ്കിലും ഏകദേശമൊക്കെ വലുതായിരുന്നു. ഞാൻ ഇങ്ങനത്തെ എണ്ണത്തിനൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. "I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him." അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എന്റെ ഫാദർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടെയുള്ളതിനേക്കാളും, എന്റെ കാലത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ വലിയതും കുറച്ചുകൂടെ ലാർജൊക്കെ ആയിട്ടുള്ള ഗ്രെയിനാണ് ഉണ്ടായിട്ടുണ്ടെന്നും അപ്പൊ അതാണ് ഞങ്ങൾ ഈൽഡ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ബെറ്റർ ആകുമെന്ന് അദ്ദേഹം പറഞ്ഞു. So the king sent for the old man's father. They found him and brought him before the king. He entered walking easily and without crutches. His eyes were clear, his hearing good, and he spoke distinctly.
The king showed him the grain, and the old grandfather looked at it and turned it above in its hand. അവിടെ ഡിസ്റ്റിങ്ക്ലി നട്ടോ വായിക്കുക. ഇതറിഞ്ഞപ്പോ കിങ് എന്ത് ചെയ്തു? ആ ഓൾഡ് മാനെ ഫാദറിന്റെ അടുത്തേക്കും പറഞ്ഞയക്കുകയും പിന്നെ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ കിങ്ങിന്റെ മുന്നിലേക്ക് കൊടുത്തു നിർത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നത് വളരെ ഈസി ആയിട്ട് നടന്നു. ഇങ്ങനെ വിത്തൗട്ട് കൾച്ചേഴ്സ്, ഊന്നുവടിയൊന്നും ഇല്ലാതെ വളരെ സുഖമായിട്ട് നടന്നു വന്നു. ഐസും നല്ല ക്ലിയർ ആയിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? കിങ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഈ ഒരു ഗ്രെയിൻ കാണിച്ചു. അപ്പോൾ ഓൾഡ് ഗ്രാൻഡ് ഫാദർ അതിലോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ലോങ് സിൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രെയിൻ, സെഡ് ഹി, ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടാസ്റ്റഡ് ഇറ്റ്. ഇറ്റ് ഈസ് ദ വെരി സെയിം കൈൻഡ്, ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, നീണ്ട കാലയളവിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരെണ്ണം കാണുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പീസ് കടിച്ചു കണ്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് ആസ്വദിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് അതേ സംഭവം തന്നെയാണെന്ന് പറഞ്ഞു. അതുകൂടെ കൂട്ടിച്ചേർക്കാണ് അദ്ദേഹം ചെയ്തത്. ഹാഡ് അല്ലേ? The corn. Tell me, grandfather, began the king, when and where was such corn ground? Have you ever bought any like it or sown it in your fields? ടെൽ മീ ഗ്രാൻഡ്ഫാദർ. ഗ്രാൻഡ്ഫാദർ പറയൂ എന്നാണ് കിങ് പറയുന്നത്. ഇത് എവിടുന്നാ കിട്ടുക? ഈ കോൺ എവിടുന്നാ കിട്ടുന്നത്? എവിടെയാ വളരുന്നത്? അതുപോലെ ഇത് നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നിങ്ങളുടെ ഫീൽഡിൽ വിതച്ചിട്ടുണ്ടോ എന്ന് ആ ഓൾഡ് മാനോട് ചോദിക്കുകയാണ്. And the old man replied, corn like this used to grow everywhere in my time. I lived on corn like this in the days of my youth and fed others on it. It was such grain that we used to sow, reap and thresh. ഓൾഡ് മാന് റിപ്ലൈ ചെയ്തു, ഇങ്ങനത്തെ കോണ് ഞങ്ങളുടെ കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇങ്ങനത്തെ കോണ് എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. എൻ്റെ ചെറുപ്പകാലത്താണെങ്കിൽ ഇങ്ങനത്തെ കോണ് ഞങ്ങളെ കൊണ്ട് ഞാനൊക്കെ കഴിച്ചിരുന്നു. ഇതാണ് നമ്മൾ കഴിച്ചിരുന്നത്. അതേപോലെ ഇതാണ് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിരുന്നത്. ഇങ്ങനത്തെ കോണ് തന്നെയാണ് ഞങ്ങൾ അവിടെ സോ ചെയ്യുന്നതും റിപ്പ് ചെയ്തും കൃഷി ചെയ്യുന്നതും എല്ലാം. അതായത് വിതയ്ക്കുകയും കൊയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ ഒരു കോണാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. And the king asked, tell me, grandfather, did you buy it anywhere or did you grow it all yourself? The old man smiled. In my time, he answered, no one ever thought of such a sin as buying or selling bread. And we knew nothing of money. Each man had enough corn of his own. ആൻഡ് കിങ് ആസ്ക്ഡ് എന്നാല് കിങ് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ടെൽ മീ ഗ്രാൻഡ് ഫാദർ പറയൂ, നിങ്ങളിത് ഇങ്ങനത്തെ എവിടുന്നേയും വാങ്ങിയിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തത് ഗ്രോ ചെയ്തിരുന്നോ ചോദിക്കുകയാണ്. അപ്പോൾ ഓൾഡ് മാൻ എന്ത് ചെയ്തു? സ്മൈൽ ചെയ്ത് ചിരിച്ചുകാണ്ട് പറയാണ്, ഇൻ മൈ ടൈം, എന്റെ കാലത്ത്. ഹി ആൻസർ, എന്താ പറയുന്നത്? അതെന്താ പറയുന്നത്? എന്റെ കാലത്ത് ഇങ്ങനെ മണി കൊടുത്തിട്ട് സാധനങ്ങൾ ബ്രെഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നത് അല്ലെങ്കിൽ വിൽക്കുക എന്നതൊക്കെ ആലോചിക്കാൻ പോലും കഴിയാത്ത പാപാണെന്ന്. സിൻ എന്ന് പറഞ്ഞാൽ പാപം. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. ഓരോ മാനും അവന്റേതായിട്ടുള്ള രീതിയിലുള്ള ഔണായിട്ടുള്ള കോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദെൻ ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ആസ്ക് ദ കിങ്. പറയൂ എന്നാ ഗ്രാൻഡ് ഫാദറെ പറയൂ. ആസ്ക് ദ കിങ്. കിങ് പറയാ, വേർ വാസ് യുവർ ഫീൽഡ്? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? എവിടെയാ നിങ്ങളുടെ ഫീൽഡ്? ഇങ്ങനത്തെ ഈ ഒരു കോണൊക്കെ എവിടെയാ വളരുന്നത്? And the grandfather answered, my field was God's earth. അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? റിപ്ലൈ കൊടുക്കാണ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. എന്റെ ഫീൽഡ് ഗോഡിന്റെ എർത്തിലാണ്, ഭൂമിയിലാണ്. വേർ എവർ ഐ ഫ്ലോപ്പ് ഇറ്റ് വാസ് മൈ ഫീൽഡ്. ലാൻഡ് വാസ് ഫ്രീ. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഈസ് ഔൺ. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദയർ ഔൺ. എന്താ പറഞ്ഞത്?
അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞത്, ഞാൻ എവിടേക്ക് പ്ലോ ചെയ്തിരുന്നോ, എവിടേക്ക് കിളച്ചിരുന്നോ അവിടെയെല്ലാം ഞാൻ എന്റെ ഫീഡായിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഞാൻ പല സ്ഥലത്തും കിളച്ചിട്ടുണ്ട്. അതൊക്കെ ലാൻഡ് എന്താണ്, ഫ്രീ ആണ്, ലാൻഡ് ഫ്രീ ആണ്. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾ ഈസ് അവിടെ. ഈ ഒരു ലോകത്ത്, ഈ ഒരു ഇവിടെ നമ്മുടെ ആ ഒരു ഫീൽഡ് ഒന്നും മനുഷ്യന്റേതാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ അല്ലായിരുന്നു. ലേബർ മാത്രം, അതായത് തൊഴിൽ, അധ്വാനം മാത്രമാണ് ഓരോ മനുഷ്യനും തന്റേത് മാത്രമാണ് എന്ന് പറയാനുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻസർ മീ ടു മോർ ക്വസ്റ്റ്യൻസ് സെഡ് ദ കിങ്. അപ്പൊ കിങ് എന്താ പറഞ്ഞത്, എനിക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിന് ആൻസറോട് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് ഈസ് വൈ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് ഗ്രെയിൻ ദെൻ ആൻഡ് ഹാസ് to do so now. And the second is, why does your grandson walk with two cultures, your son with one and you yourself with none? Your eyes are bright, your teeth sound and your speech clear and pleasant to the ear. How have these things come about? എന്താ പറഞ്ഞത്? ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള കോണകൾ ഉണ്ടാകുകയും ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതാവുകയും ചെയ്തത്? ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങള് നോക്കുക, നിങ്ങളുടെ ഗ്രാൻഡ് സൺ അതായത് പേരക്കുട്ടി രണ്ട് കൾച്ചേഴ്സ്, രണ്ട് ഊന്നുവടി യൂസ് ചെയ്താണ് നടക്കുന്നത്. നിങ്ങളുടെ മകനാവട്ടെ ഒരെണ്ണം യൂസ് ചെയ്ത്, നിങ്ങളോ നിങ്ങളുടേതായ രീതിയിൽ യുവർ സെൽഫായിട്ട് ഒന്നുമില്ലാതെയാണ് നടക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്നാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. ഇനി മൂന്നാമത്തേതോ, നിങ്ങളുടെ കണ്ണുകൾ ബ്രൈറ്റ് ആണ്, വളരെ തെളിഞ്ഞതാണ്, യുവർ ടീത്ത് സൗണ്ടൊക്കെ സ്പീച്ചും നല്ല ക്ലിയർ ആയിട്ടാണ്, നിങ്ങൾ പറയുന്നതെല്ലാം നല്ല പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആൻഡ് ദ ഓൾഡ് മാൻ ആൻസേർഡ്. ഓൾഡ് മാൻ എന്താ ആൻസർ ചെയ്തത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ? ദസ് തിങ്സ് ആർ സോ ബിക്കോസ് men have ceased to live by their own labor and have taken to depending on the labor of others. In olden times, men lived according to God's law. They had what was their own and coveted not what others had produced. എന്താ പറഞ്ഞത്? അത് അങ്ങനെയാകും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെങ്ങനെയാ ജീവിക്കുന്നത്? സ്വന്തമായിട്ട് ഒരു ലാബർ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ജീവിക്കുന്നത്. ഇൻ ഓൾഡൻ ടൈംസ്, പഴയ കാലത്താകട്ടെ എല്ലാവരും ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച്, ദൈവം പറഞ്ഞതിനനുസരിച്ച്, അദ്ദേഹം പറയുന്നതനുസരിച്ച് സ്വന്തമായിട്ട് ഔണായിട്ട് ലാബർ ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. മറ്റുള്ളവരെ അങ്ങനെ ആശ്രയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിലെന്താ നമുക്ക് മനസ്സിലായത്? അത് നമ്മൾ സ്വന്തമായിട്ടുള്ള ലാബർ കണ്ടെത്തണം അല്ലേ? നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് അങ്ങനെ ജീവിക്കരുത്, സ്വന്തമായിട്ടുള്ള ലാബർ കണ്ടെത്തിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം കൂടെ പറയാണ് കേട്ടോ. First one, pick out the sentences that gives you the idea that the wise man and could not understand anything about the corn. അതായത് ആദ്യം വന്ന വൈസ് മാന് ഈ ഒരു കോണിനെ പറ്റി ഒരു ഐഡിയയും കിട്ടില്ല, ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന വരികൾ, സെന്റൻസസ് കണ്ടെത്താനാണ്. അപ്പൊ ഒരു വരിയുണ്ട്, the wise man thought and thought but could not make head or tail of it. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ചിന്തിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ താലും വലയും ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. Second question, the learned man tried to find answer about the corn. What do you think the king would do next? അതായത് ഈ ഒരു മനുഷ്യന്, വൈസ്മാന് കുറെ ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല കോണിനെ പറ്റി. അപ്പോ ഈ കിങ് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നേ? ദ കിങ് വുഡ് ഇൻവൈറ്റ് ഓൾഡ് പെസൻസ് ടു ഗെറ്റ് ദെയർ ഹെൽപ്പ് അല്ലേ? അവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇനിയും എന്ത് ചെയ്യും? പെസൻസിനെ ക്ഷണിക്കും അല്ലേ? Why did the peasant suggested that his father might give a better solution? എന്തുകൊണ്ടാണ് ആ പേസന്റ്, അതായത് ആ ഒരു വയസ്സനായ വൃദ്ധനായ ആള് ഇനി എന്റെ ഫാദറിന് ഇതിന് റിപ്ലൈ തരാൻ പറ്റും എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? The peasant's father was lived in a period where he was not known. So person thought that he might know where such grains grow. Okay. ഇനി ഇന്നത്തെ വീഡിയോയിലായിട്ട് നമുക്ക് തരാനുള്ള ആൻസേഴ്സ് ആണ്. അപ്പൊ ഞാനത് വേറെ മോഡലാണ് കൊടുത്തിട്ടുള്ളത്, കളർ നോക്കണ്ട കേട്ടോ. ഓക്കെ. For in my time money was not 18 years. How would the people have got the grain they wanted? They would have exchanged the agriculture products with other farmers. എന്താ പറഞ്ഞത്? ഈ പഴയ കാലത്ത് മണി യൂസ് ചെയ്തിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും ഗ്രെയിന്, എല്ലാം ഗ്രെയിനും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ ഈ ഫാമേഴ്സ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും
മാറി കൊടുക്കും. അതായത് ഇന്ന് തക്കാളിയാണ് ഈ ഇവരെടുത്തുള്ളെങ്കിൽ അവിടെ പാവയ്ക്ക വിചാരിക്കുക. അപ്പൊ പാവയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കും, തക്കാളി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ജീവിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പേഴ്സന്റെ? ആ ഗ്രാൻഡ് ഫാദറിലും ഓൾഡ് പേഴ്സന്റിലും നിങ്ങൾക്ക് എന്ത് ചേഞ്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? The great grandfather could walk easily without crutches. His eyes were clear, hearing good, and he spoke clearly. While the older person could not walk without one culture. He could see and hear, but it is impaired. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഗ്രേറ്റ് ഫാദറിന് എല്ലാം ചെയ്യാൻ പറ്റുന്നു, വളരെ രീതിയിൽ കേൾക്കാൻ പറ്റും, നടക്കാൻ പറ്റും. പക്ഷേ ഓൾഡ് പേഴ്സണിന് അതുകൊണ്ട് കഴിയുന്നില്ല. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡീറ്റെയിൽസ് ഓഫ് ദി ഗെയിം ഡിഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗിവ്? ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നമുക്ക് എന്ത് ഇതാണ് ആ ഒരു ഗ്രെയിനെ പറ്റി നൽകിയത്? ദ ഗ്രേറ്റ് ഫാദർ സെഡ് ദാറ്റ് ഇൻ ഹിസ് ടൈം ദ ഗ്രെയിൻ വാസ് ബിഗ് ആൻഡ് egg and it grew everywhere. People cultivated these grains and lived on this corn. എന്താ പറഞ്ഞത്? ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് ആ ഈ ഒരു മുട്ടയോളം വലുപ്പമുള്ള, ഹെൻസിന്റെ എഗ്ഗോളം വലുപ്പമുള്ള ഈ ഒരു ഗ്രെയിൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാവരും ഇതാ കൃഷി ചെയ്തിരുന്നത്, എല്ലാ എല്ലാവരും ഇതുകൊണ്ടാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നതാണ് ഇത് പറഞ്ഞത്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിൻ മെൻഷൻഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ? സിന്ന് എന്ന് മെൻഷൻ ചെയ്തത് ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടാണ് സിൻ എന്ന് മെൻഷൻ ചെയ്തത് എന്നാണ്. ബൈയിങ് ഓർ സെല്ലിംഗ് ഗ്രെയിൻസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് വാസ് കൺസിഡേർഡ് ആസ് സിൻ ഈസ് ഗ്രാൻഡ് ഫാദേഴ്സ് ടൈം. അതായത് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നത് എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് അതൊരു പാപം എന്ന നിലയിലാണ് കണ്ടിരുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വേർഡ്? ഈ ഓൾഡ് മാന്റെ വേർഡ്സിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? വർക്ക് ഈസ് വർഷിപ്പ് ആൻഡ് അവർ ഡെയിലി ബ്രെഡ് ബൈ ഹാർഡ് വർക്ക്. വർക്ക് എന്താണ്? വർഷിപ്പാണ്. അത് ഡെയിലി ആയിട്ട് ബ്രെഡ് ചെയ്യണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിനു മുമ്പ് ഗ്രെയിനേഴ്സ് ബിഗസ് എ ഹെൻസ് എഗ് എന്നതിലെ പാർട്ട് 2 വീഡിയോയും അതിൽ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിലൂടെ പ്രസ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.